സഹനജീവിതത്തിലൂടെ വിശുദ്ധിയുടെ കിരീടം ചൂടിയ വിശുദ്ധ അൽഫോൺസാമയുടെ തിരുനാൾ ദിനങ്ങൾ 6 ദിനരാത്രങ്ങൾ പിന്നിട്ടതോടെ രാപകൽ ഭേദമില്ലാതെ ഭരണങ്ങാനത്തെ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് അണമുറിയാത്ത ജനപ്രവാഹമാണ് ഉണ്ടായിട്ടുള്ളത്. പ്രഭാതത്തിൽ തുടങ്ങുന്ന ഭക്തജനപ്രവാഹം രാവേറെ വൈകിയും തുടരുമ്പോൾ ഇടവക സമൂഹവും അൽഫോൺസ ഭക്തരും ഇടമുറിയാത്ത പ്രാർത്ഥനയിലാണ്. തിരുക്കർമ്മങ്ങളിലെല്ലാം പ്രാർത്ഥനാകേന്ദ്രം നിറഞ്ഞു കവിഞ്ഞാണ് വിശ്വാസസാഗരം ഇരമ്പിയെത്തുന്നത്. തിരുനാൾ ദിനങ്ങളിൽ വിവിധ ഇടവകകളും സംഘടനകളും തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പദയാത്രകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധയുടെ സന്യാസ ജീവിതത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച ഭരണങ്ങാനം തിരുനാളിന് കുടിയേറിയതോടെ കുടുംബസംഗമങ്ങളുടെ സന്തോഷവും പങ്കുവയ്ക്കുന്നുണ്ട്. തിരുനാൾ ദിനങ്ങളുടെ പുത്തൻ ആത്മീയതയിലേക്ക് സഞ്ചരിക്കാൻ നാടിന് വഴിയൊരുങ്ങുന്നതിനോടൊപ്പം ഭരണങ്ങാനവും അയൽഗ്രാമങ്ങളും തലമുറകളുടെ സംഗമത്തിനും വേദിയായി മാറുകയാണ്. വിശുദ്ധ അൽഫോൺസാമയുടെ തിരുനാളെന്നാൽ നാടിനെ അറിയുന്നവരും സ്നേഹിക്കുന്നവരും നാട്ടിൽ സംഗമിക്കുന്ന ദിവസങ്ങളാണ്. ജീവിതയോധനത്തിൻ്റെ ഭാഗമായി നാട്ടിൽ നിന്നും വിദേശങ്ങളിലേക്കടക്കം വിവിധ സ്ഥലങ്ങളിലേക്ക് കുടിയേറിയവരെല്ലാം അൽഫോൺസാമയുടെ തിരുനാൾ ദിനങ്ങളിൽ നാട്ടിൽ തിരികെ എത്തുന്ന പതിവാണുള്ളത്. തിരുനാൾ ദിവസങ്ങളിൽ അന്യസ്ഥലങ്ങളിൽ ചേക്കേറിയ കുടുംബാംഗങ്ങളെല്ലാം ഒരുമിക്കുന്നതോടെ കുടുംബങ്ങൾ തലമുറകളുടെ സംഗമത്തിന് വേദിയായി മാറും. ഇളം തലമുറയും പുതുതലമുറയും സംഗമിച്ച് വിശുദ്ധയുടെ അനുഗ്രഹം തേടി തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് എത്തുമ്പോൾ കുടുംബബന്ധങ്ങളുടെ ഇഴയെടുപ്പവും വർദ്ധിക്കാനും പുതിയ കൂട്ടുകുടുംബത്തിൻ്റെ സന്തോഷം അണുകുടുംബങ്ങളിലേക്ക് എത്തിക്കുവാനും തിരുനാൾ ആഘോഷം വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.